ആശ ചേച്ചി, സോറി, ഒരു സെക്കൻഡ്. ലുക്ക് ഇവിടെ 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 ലെൻസിൽ. ആ ഓക്കെ. പാടി. ആളെ മനസ്സിലായോ നിനക്ക്? നമ്മുടെ വിമല ടീച്ചർ മോളാ അനു. എനിക്കറിയാം, അനുപമ. കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അന്ന് വലിയ നേതാവൊക്കെ ആയിരുന്നു. പിന്നെ പെട്ടെന്ന് ഗൾഫിൽ പോയി ഇതേ നല്ല ലാൻഡ് ചെയ്തോളൂ. ഇതിപ്പോ കല്യാണാലോചനയുടെ ഫോട്ടോ എടുപ്പാ. അല്ല, ലീവ് അധികമല്ല, അപ്പൊ നേരത്തെ തന്നെ ആലോചനകളൊക്കെ തുടങ്ങാന്ന് വിചാരിച്ചു. ഇവളുടെ വീട്ടിലും ബ്രോക്കർമാരെ തിരക്കാം. ഇന്നലെയും കൂടെ രസമായി കാണാൻ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അത് ചീറ്റി പോയി. എന്നാ നീ വിട്ടോ, ഫോട്ടോ ഞാൻ അടിച്ചു വെച്ചേക്കാം. ശരി. വിമല ടീച്ചറിനോട് ചോദിച്ചാ മതി. എന്നാ അറിയും? ഗിരീഷ് പി എന്ന് പറഞ്ഞാൽ അറിയാം. ഞാൻ പറയാം. എടാ, ആ വിമല ടീച്ചറുടെ മോൾ എങ്ങനെയുണ്ട്? ആരാനുവോ? അവള് നല്ല ഒച്ചല്ലേ? അല്ല, വെറുതെ ചോദിച്ച. കുറിപ്പെട്ട ഇവിടെ സേഫാണോ? തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഞാൻ ഇപ്പൊ വരടാ. എങ്ങോട്ടാ? വരാം. ഗിരീഷേ, ഗുഡ് മോർണിംഗ് കുറുപ്പേട്ടൻ. നീ ഒന്ന് തിരിച്ചോണേ. ഡേറ്റ് തീരുമാനിച്ചുള്ള കുറുപ്പേട്ട, നമ്മൾ ഇന്നലെ ഷാപ്പില് വെച്ചിട്ടുണ്ടായിരുന്നു ഡാൻസ്. അത് ഷാപ്പ്, ഇത് ഷോപ്പ്. അപ്പൊ ശരി. ശരി. അപ്പൊ ഇന്നലെ രാത്രി തലക്കുള്ളിലാണ്ട് അവനോട് ഡാൻസ് കളിച്ചോണ്ടിരിക്കണ്ടായില്ല. എനിക്ക് ആദ്യം അവനെ പിടികിട്ടിയില്ല, പിന്നീടാ മനസ്സിലായത്. ഒരു ദിവസം ഞാൻ കത്ത് കൊടുത്ത് പള്ളിക്കവല കറങ്ങി വന്നപ്പോൾ അവിടെ ഭയങ്കര അടി. ഇവനായിരുന്നു മുമ്പിൽ. എന്തായിരുന്നു പ്രകടനം? അന്നവനൊക്കെ കൂടെ 5-6 ആശുപത്രിയിലാക്കി. എനിക്കറിയാവുന്ന കേസ്. ആ പോലീസ് കേസിന് രക്ഷപ്പെടാനാ ഇവൻ ഗൾഫിൽ പോയത്. നമുക്ക് ആ കമ്പനി വേണ്ട. നീ പോയി ഒരു ബോട്ടിൽ മേടിച്ചോണ്ട. കട്ട ബോർണടാ അയാള്. ആര്? ആ കുറിപ്പ് ഒതുക്കത്തിൽ എന്റെ കിട്ടും. അമ്മയ്ക്ക് ഈ കുത്തിമറിച്ചിൽ നിർത്താറായില്ലേ? ചേട്ടൻ ആ ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുത്തൂടെ? എന്നാലേ എനിക്കും കിട്ടത്തുള്ളൂ. അമ്മ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല ഫുഡ് ഷാപ്പിൽ കിട്ടും. അത് ഈ അമ്മയുടെ ഒക്കെ ഒരു കാര്യം. അതൊക്കെ ഈ പ്രായത്തിന്റെ കുസൃതിയല്ലേ? വീടല്ലേ, ചേട്ടന്റെ കല്യാണം നടത്താനുള്ളതാ. കല്യാണോ? ആ, ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ കൂട്ടിക്കില്ല. അമ്മ എന്തായിരുന്നു? അമ്മ ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി കൂട്ടു നിക്കില്ലെന്ന് പറയട്ടാ. അതാടാ സുനന്ദ. എടി ആശേ, നീ എനിക്ക് ആ വിമല ടീച്ചറുടെ നമ്പർ ഒന്ന് അയച്ചു തരും. അതെന്തിനാ? അതൊക്കെ ഉണ്ട്. നമ്മുടെ അമ്മ പാവോടാ. എന്നിട്ടാണ് 4 വർഷം ഗൾഫിൽ ജോലി എടുത്തിട്ട് 40,000 രൂപ വീട്ടിലയക്കാഞ്ഞത്. എനിക്ക് അവിടെ കള്ളടിക്കാൻ കാശ് കഴിഞ്ഞാൽ ബാക്കി കാശ് വീട്ടിലേക്ക് അയക്കാൻ പറ്റൂ. അപ്പൊ അവിടെ ഇത് തന്നെയായിരുന്നു പരിപാടി. എടാ, അവിടെ കള്ളടി മൂത്ത് കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന കണ്ടപ്പോഴല്ലേ ഒരു കല്യാണം കഴിച്ചാൽ ശരിയാവുന്ന ഒരാൾ പറഞ്ഞു. അതാരാ? ഒരു കാട്ടറബി. കാട്ടറിയാ? എന്നിട്ട് എടാ, അതാണ് ഞാൻ കല്യാണം കഴിക്കാൻ ഇത്തവണ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അമ്മയുടെ തീരുമാനം കറക്റ്റാ. അത് കറക്റ്റാണ്. നീ ഉണ്ടായതോട് പ്രസവം നിർത്തിയില്ലേ? വിമല ടീച്ചറുടെ നമ്പർ. ഹലോ, വിമല ടീച്ചറുടെ നമ്പർ അല്ലേ? അതെ, ഞാൻ മോളാണ്. അനുപമ. ഞാൻ ഗിരീഷ് പി. ഇന്ന് രാവിലെ കണ്ടായിരുന്നു നമ്മള്. മനസ്സിലായി. ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. അമ്മേ, ദേ ഫോൺ. ആരാ? അമ്മയുടെ ഒരു സ്റ്റുഡന്റാ, ഗിരീഷ് പി. ഹലോ ടീച്ചറെ, പിപിയാ. എങ്ങനെയുണ്ട് മോനെ, സുഖാണോ? അതെ ടീച്ചറെ, ഞാൻ ഇന്നലെ രാത്രിയാണ് എത്തിയത്. രാവിലെ സ്റ്റുഡിയോയിൽ വെച്ച് അനുവിനെ കണ്ടായിരുന്നു. അനുവിനെ കണ്ടിരുന്നോ? അവളൊന്നും പറഞ്ഞില്ലല്ലോ. അതെ, നമ്മുടെ ആശയുടെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട്. അവിടെ വെച്ച് അനുവിന്റെ കല്യാണം മുടങ്ങിയ കാര്യമൊക്കെ അറിഞ്ഞിരുന്നു ടീച്ചറെ. അതിന്റെ ഒരു വിഷമം അയാളുടെ മുഖത്തുണ്ടായിരുന്നു. ഇനിയും നല്ല ആലോചനകൾ വരും, അത്രേ ഉള്ളൂ. ഞാനൊരു ആലോചനയുടെ കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത് ടീച്ചറെ.
ആർക്കു വേണ്ടിയാ? എനിക്ക് വേണ്ടിയാ ടീച്ചറെ. എനിക്ക് അനുപമനെ കല്യാണം കഴിച്ചു തരാമോ? രാവിലെ സ്റ്റുഡിയോയിൽ വെച്ച് അനുവിനെ കണ്ടതും കല്യാണം മുടങ്ങിയതൊക്കെ ഒരു നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ടീച്ചറൊന്നും പറഞ്ഞില്ല. ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞാ മതിയോ? പറയാം. ഇതും പറഞ്ഞ് മേലാൽ താൻ എന്റെ ഫോണിൽ വിളിച്ചു പോകരുത്. താൻ എപ്പോഴാണ് എന്റെ മുഖത്ത് സങ്കടം കണ്ടത്? എടോ, താൻ എന്താ വിചാരിച്ചത്? എന്റെ കല്യാണം കഴിയാതെ ഞാൻ ഇവിടെ കരഞ്ഞു പോയിരിക്കുകയാന്നോ? എടോ, നാണുണ്ടോടോ തനിക്കൊക്കെ? കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം കേട്ടോ. എന്നെ മാന്യത പഠിപ്പിക്കാൻ താനാരാടോ? നീ ആരടി പുല്ലേ? നിന്നെ കെട്ടുന്നോണ്ട് കാര്യം പോക്കാടി. ദേ, എന്നെ എടി പൊടിയെന്നെങ്ങാനും വിളിച്ചാലുണ്ടല്ലോ. എടി ബോഡി എന്ന് വിളിച്ചാൽ നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യൂടി? വെച്ചിട്ട് പോടാ. മോളെ, ഏതായി അലവലാതി? ഗിരീഷ് പി. കിട്ടിയല്ല? എനിക്ക് കിട്ടി. നിനക്കൊരെണ്ണം തരട്ടെ? വേണ്ട. അടിച്ചൊക്കെ പോയിനേ. അപ്പഴേ ഞാൻ പറയാതാ വിളിക്കണ്ടെന്ന്. അതെ, എനിക്ക് ചിക്കൻ കറി ഒന്നും വേണ്ട കേട്ടോ. പിന്നെ വല്ല തൈര് സാധനം എന്തെങ്കിലും ഉണ്ടാക്കി തന്നാൽ മതി. ഇവനെന്ത് പറ്റിയടാ? വിമല ടീച്ചറുടെ മോള് ഫോണിൽ കൂട്ടി 2 പൊട്ടിച്ചു. അതാണ് എന്റെ മോന്ത ചളങ്ങിയിരിക്കുന്നത്. ആ, അതെന്തിനാ? പിന്നെ വിമല ടീച്ചറിനെ വിളിച്ചിട്ട് മോളെ കെട്ടിച്ചേരുമെന്ന് പറഞ്ഞാല് അച്ചോ, ആണോടാ? എന്റെ മോനോട് അവൾ അങ്ങനെ പറഞ്ഞ? മോൻ വിഷമിക്കണ്ടടാ. വിമൽ ടീച്ചറിന്റെ മോളെന്നല്ല, ഈ ജില്ലയിൽ നിന്ന് നിനക്ക് പെണ്ണിനെ കിട്ടൂല. നിങ്ങൾ എന്നെ വല്ല തവിട് കൊടുത്ത് മേടിച്ചാ? ആടാ, എന്നെ വല്ല ഓർഫനേജിലാക്കാൻ പാടില്ലായിരുന്നോ? അന്ന് കൊറേ ശ്രമിച്ചതാ, പക്ഷെ അവര് പോലും എടുത്തില്ല. അവർക്ക് ബുദ്ധിയുണ്ട്. ഈ ടീഷർട്ട് എത്താണ് വന്നപ്പോ കൊണ്ടുവന്നല്ലേ? ആ, ഒരു എന്തിന്? ഒരു ഡാ, അന്നായി പാന കൂടി കൊണ്ടുപോയിക്കോ. തനിക്കൊരു ജില്ല പെണ്ണ് കിട്ടുന്നുണ്ടോ? എന്തായാലും നീ അവനോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. അമ്മ ഇനി എന്തൊക്കെ കഥ പറഞ്ഞാലും അയാൾ ഈ സമയത്ത് വിളിച്ചതും പറഞ്ഞതും ഒന്നും ശരിയായില്ല. ഞാൻ പോകും. ഏയ് അനു, സ്വല്പം കൂടി എടോ, ഒരു സെക്കൻഡ്, ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ഇന്നലെ രാത്രി ആ സമയത്ത് വിളിച്ച് ശരിയായില്ല. പിന്നെ വഴക്കിന്റെ ഇടയിൽ എടി ബോഡി എന്നൊക്കെ വിളിക്കേണ്ടി വന്നു. സോറി. എടോ, താൻ വണ്ടി വിട്ടു പോയത് നന്നായി. എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ ഇങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. എടോ, എൻ്റെ അച്ഛൻ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. തനിക്കൊക്കെ അറിയായിരിക്കും. അച്ഛൻ പെട്ടെന്ന് മരിച്ച ശേഷം പിന്നെ ഞാൻ പാർട്ടിക്ക് വേണ്ടി സമരവും വെട്ടും കുത്തൊക്കെ ആയി പോലീസ് കേസിൽ ജയിലിലായി. അതിൻ്റെ ഡിപ്രഷനിൽ പതുക്കെ കള്ളുകൂടിയിലേക്ക് വിട്ടുപോയിടും. അതും ഭയങ്കരമായിട്ട് കൂടിയപ്പോഴാണ് ഞാൻ ഗൾഫിൽ പോയത്. എടോ, ഇതൊക്കെ തന്നോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ ശരിക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ്. ഇതാര്? അച്ഛനെന്താ പതിവില്ലാതെ ഈ നേരത്ത് ഇവിടെ? അനുക്കുട്ടാ, പ്രായമായ പെൺകുട്ടികളുടെ പുറകെ നടക്കാനും സംസാരിക്കാനും പലരും ഉണ്ടാവും. നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി തലവെക്കരുത്. അങ്ങനെ പലരും പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അന്നൊന്നും അച്ഛനോട് ആരും വിളിച്ചു പറയാഞ്ഞിട്ടാ. ഇപ്പൊ പറഞ്ഞു. മനസ്സിലായി. നിനക്ക് ചേരുന്ന ആലോചനകൾ ഞാൻ നോക്കുന്നുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ട ആരായാലും ചോദിക്കുന്ന സ്ത്രീധനം കൊടുത്ത് ആർഭാടമായിട്ട് ഞാൻ കല്യാണം നടത്തും. സ്ത്രീധനം കൊടുത്ത കല്യാണം കഴിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതൊക്കെ നിന്റെ ഇഷ്ടം. ഗിരീഷ് പി ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്നു. എന്തിന്? ഇവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. അതെ, നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. അവൻ നല്ല പയ്യനല്ലേ?
10ാം ക്ലാസ്സിൽ നിക്കർ ഇട്ട് മൂക്കള ഒലിപ്പിച്ച് നടന്ന പയ്യനെ വരെ നിനക്കറിയൂ. ബാക്കി അറിയണം. അവന്റെ പ്രായത്തെക്കാൾ പോലീസ് കേസ് ഉണ്ടാക്കി വെച്ചിട്ട് അവൻ ഗൾഫിലേക്ക് മുങ്ങിയത്. എന്നിട്ട് ഇപ്പൊ തിരിച്ചിറങ്ങിയിട്ട് നേരെ വന്നത് എങ്ങോട്ടേക്കാന്ന് അറിയോ? വീട്ടിലേക്കല്ല, ഷാപ്പിലേക്കാ. ഇപ്പോഴും അവിടെ തന്നെ പൊറുതി. നിങ്ങൾ അവിടെ തന്നെയാണല്ലോ. അവനെ കുറിച്ചുള്ള ഈ ചർച്ച ഇപ്പൊ അവിടെ നിർത്തിക്കോണം. അച്ഛനൊന്ന് അവിടെ നിന്നേ. അച്ഛൻ പറയുന്ന എല്ലാം ഞാൻ കേൾക്കാം. അച്ഛൻ പറയുന്ന ആളെ കല്യാണം കഴിക്കാനും ഞാൻ റെഡിയാണ്. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം അച്ഛൻ കേൾക്കണം, അനുസരിക്കണം. എന്താണ്? അച്ഛൻ കള്ളുകൂടി നിർത്തണം. ഇല്ലെങ്കിൽ എന്റെ കല്യാണം എങ്ങനെ വേണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. അത് ചിലപ്പോ ഗിരീഷും ആവാം. എന്റെ അടുത്തുള്ള വാശിക്കാണോ? വാശി എനിക്കും ഉണ്ടല്ലോ അച്ഛ. അച്ഛന്റെ മോളല്ലേ. ഇന്നു മുതൽ, നാളെ മുതൽ ഞാൻ ഇനി കുടിക്കില്ല. സത്യം. ഇതെന്താ കുറിപ്പെട്ട ഒരു കിഴി? കിഴിയല്ല, ഇത് കഴിച്ചതിന്റെ ബാക്കിയാ. ഇതാ സിനിമയിലത്തെ മാതിരി മൊത്തം കുഞ്ഞന്മാരാണല്ലോ. ഇതാണ് സൂക്ഷിക്കാൻ എളുപ്പം. ഇതെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്ന? കാട്ടിപ്പറമ്പിൽ ദിവാകരക്കുറുപ്പ് ഇന്ന് കുടി നിർത്തുന്നതിന്റെ അവസാന ചടങ്ങാ. എന്താടാ ഇളിക്കുന്നത്? ഈ ഡിസംബർ 31 ഇവിടെ പ്രതിജ്ഞ തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത സ്ഥലമാണ്. കഴിഞ്ഞ മാസം നമ്മുടെ PWDയിലെ രാജൻ സാറേ ഒരാവശ്യമില്ലാതെ എന്റെ തല്ലി കുടിച്ചൊരു സത്യം ചെയ്യില്ല. എന്നിട്ട് പറയാ ഞാൻ ഇനി അടിക്കില്ല. പക്ഷെ പിറ്റേന്ന് കാലത്ത് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു എടാ പോയി ഇന്നലെ ചെയ്ത സത്യം നീ അങ്ങ് മറന്നേക്കാം. അത് അന്തസ് അല്ലെ? ഒരു മാസം കഴിഞ്ഞപ്പോ പുള്ളി നമ്മുടെ വിദ്യ പടമായി. പാവം. അത് രാജൻ, ഇത് ദിവാകരൻ. വാളക്കറി എടുത്തോണ്ടോ? എടുത്തു. ചില വേട്ടാവളിയന്മാർ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ മോക്ക് കാലത്തെ മാർക്കറ്റിൽ പോകാൻ നിവൃത്തിയില്ല. എന്നെയാണോ ഉദ്ദേശിച്ചത്? അതേടാ, നിന്നെ തന്നെ. നീ ആരടാ എന്റെ വീട്ടിൽ വിളിച്ച് പെണ്ണി ചോദിക്കാൻ? നിനക്കൊക്കെ രാത്രി അടിച്ചു മൂക്കുമ്പം വിളിച്ച് പെണ്ണി ചോദിക്കാനുള്ള സ്ഥലം അല്ല എന്റെ വീട്. നല്ല അന്തസ്സുള്ള തറവാണ്. സൂക്ഷിച്ച് കളിക്കണം. നേരം വെളുത്ത എന്റെ മോളെ പറയുക. നാണം ഉണ്ടോ നിനക്ക്? ഫോൺ വിളിച്ചു, അനുവിനെ കണ്ടു. പക്ഷെ മോശമായിട്ടൊന്നും സംസാരിച്ചില്ല. വെറുതെ ബഹളം ഉണ്ടാക്കണ്ട കേട്ടോ. ബഹളം ഉണ്ടാക്കൂടാ. ഞാൻ ബഹളം ഉണ്ടാക്കും. ആണായിട്ടും പെണ്ണായിട്ടും എനിക്കൊന്നേ ഉള്ളൂ. അത് കണ്ട കാക്കയ്ക്കും പൂച്ചയ്ക്കും തരാനല്ലടാ ഞാൻ അവളെ വളർത്തിയത്. അവളെ ചോദിക്കാൻ നിനക്ക് എന്തോന്നാടാ യോഗ്യത? കുടുംബത്തിൽ പറക്കാത്തവന്. ഞാൻ കുടുംബത്തിൽ പറഞ്ഞ തന്നെയാ. പക്ഷെ ഉണ്ടല്ലോ, തന്നെ പോലെ നാഴിക്ക് 40 എടുത്ത് പറയാറില്ല. പിന്നെ ഞാൻ കൈ വെക്കാത്ത എന്താ അറിയോ? എന്തെങ്കിലും ഒരു ദിവസം ഞാൻ നിങ്ങളെ അമ്മായിപ്പന്ന് വിളിക്കും. ഇല്ല, അങ്ങനെ ആകാതിരിക്കാനാടാ ഞാൻ ഇന്ന് കുടി നിർത്തുന്നത്. ഇന്ന് ഇവിടെ നിർത്തുക. കുറുപ്പേട്ടൻ രാവിലെ അമ്പലത്തിൽ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. അച്ഛൻ ജീവിതകാലം മുഴുവൻ കുടി നിർത്തണം എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഇന്നത്തെ ഒരു ദിവസമെങ്കിലും എനിക്ക് വേണ്ടി നിർത്തിയാൽ മതി. പിന്നെ അച്ഛൻ പറയുന്ന എല്ലാം ഞാൻ കേൾക്കും. ഇന്ന് കുറുപ്പേട്ടൻ കുടിക്കില്ല, നീ നോക്കിക്കോ.
ആ കാശെടുക്ക്. ചേച്ചി എന്താ ഇന്നലെ വരാതിരുന്നേ? ഓ ഇന്നലെ ആ ഗിരീഷ് വന്നതിന്റെ തിരക്കായിരുന്നു. അതെ റെസിപ്റ്റ് വാട്സപ്പ് ചെയ്തേക്കാട്ടോ. ഏതായി കുട്ടി ഫോട്ടോ എടുക്കാൻ വന്നതാ? അല്ല, നമ്മുടെ വിമല ടീച്ചറുടെ മോളില്ലേ അനുപമ. അനുപമയുടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞ മോള് കേൾക്കുവോ? എന്താ പറയ്. ഒരേ ലൈസി പോളിസി എടുക്കുവോ? ശരി. ആ 2 ദിവസമായിട്ട് വീട്ടില് മോളുടെ പേര് മാത്രമേ കേൾക്കാനുള്ളൂ. അവന് മോളെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായി. ഒന്നിന്റെ കൂടെ ഒരു തള്ളും എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. കുറിപ്പടം വന്നില്ലേ? വന്നിട്ടില്ല, ഇനി വരില്ല എന്നാണല്ലോ പറയണേ. എടാ ഒരു മൂത്തെടുത്തു. എടാ ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു? കടക്കാര് മാത്രമേ അതിൽ വിളിക്കാറുള്ളൂ. അത് തട്ടയ്ക്ക് എന്തൊക്കെ അറിയണ്ടേ? സവാള അരിമ പിടിച്ചിരിക്കാൻ പറ്റും. മൂഡ് ഔട്ട് ആവണ്ടെന്ന് വെച്ച് ഞാനത് എടുക്കാറുമില്ല, നോക്കാറുമില്ല. അല്ല, ഞാൻ നിനക്ക് തരാനുള്ള കാശ് തിരിച്ചു വയ്ക്കാൻ വേണ്ടിയാണോ നീ എന്നെ വിളിച്ചത്? ആണെങ്കിൽ ഈ കയറെ ഞാൻ ഇവിടെ തൂങ്ങിച്ചാവും. അത് പൊളിക്കും. ഭാര്യയുടെ കെട്ടുതാലും ഒരേ പണയത്തിലടാ. ഒരു കാലത്ത് നീ ഒരു ഹോട്ടൽ മുതലാളിയല്ലായിരുന്നു? ഓർമ്മിപ്പിക്കല്ലേ, അതുകൊണ്ട് ഈ കടം മൊത്തം ഉണ്ടായി. പോയാലൊക്കെ നമുക്ക് ഹോട്ടലിലൂടെ തന്നെ തിരിച്ചു പിടിക്കാം. നമുക്കൊരു ഹോട്ടൽ തുടങ്ങിയാലോ? എൻ്റെ ഉള്ളിലൊരു മുതലാളി ഇപ്പോഴും ഉണ്ട്. ശരിക്കും തുടങ്ങുമോ? തുടങ്ങി തരും. അങ്ങനെയാണ് 60-40. അതൊന്നും വേണ്ട, എനിക്ക് 30 മതി. പക്ഷെ ഒരു കണ്ടീഷൻ, കുറുപ്പേട്ടൻ വീണ്ടും കള്ളടി കൊടുക്കണം. അയാളുടെ മോളെ കെട്ടണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ അയാളുടെ വെല്ലുവിളി പൊളിയണം, അതെന്റെ വാശിയാണ്. എന്താടാ? അവളെ സമ്മതിച്ചമ്മേ. ആര്? അനുപമ. എന്തിനു സമ്മതിച്ച്? എന്നെ കല്യാണം കഴിക്കാൻ. എപ്പോ? ഇപ്പൊ വിളിച്ചോളൂ. എന്നാ അമ്മ ഒരു ഉപദേശം തരട്ടെ? അല്ലെങ്കിൽ കൊരങ്ങന്റെ കയ്യില് പൂമാല കിട്ടിയ പോലെ ആവരുത്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ് പ്രാന്തി അമ്മേ. വാമേ പോവാം. എന്താ കാണിക്കണേ? എന്നെ അപമാനിക്കാൻ മാത്രം വളർന്നു അല്ലടി. എന്റെ മോളാണെങ്കിൽ ഞാൻ വിചാരിക്കും പോലെ കല്യാണം നടക്കും. ഇല്ലെങ്കിൽ അമ്മയും മോളും കൂടെ അങ്ങ് നടത്തും. എന്റെ 1 രൂപ പോലും ഞാൻ ചെലവാക്കില്ല. ചെറുതായിട്ടാണെങ്കിലും കല്യാണം നടത്താനുള്ള കാശൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അച്ഛനില്ലാത്ത മക്കളും കല്യാണം കഴിച്ചല്ലേ പറ്റൂ. നീ വാ മോളെ. ഈ അച്ഛൻ എന്ന വാക്കിന് മക്കളെക്കുറിച്ച് ആകുലതകളുള്ള ആളെന്നും അർത്ഥമുണ്ട്. മോളെ ഒരുത്തൻ്റെ കൈ പിടിച്ചു കൊടുക്കുമ്പോൾ സന്തോഷവും സമാധാനവും കൊടുക്കുന്നവനാണോ എന്ന് ചിന്തിച്ചല്ലേ പറ്റൂ. എന്നോടുള്ള വാശിക്ക് അവൾ കല്യാണം നടത്താൻ തീരുമാനിച്ചു. കല്യാണത്തിന് പോകില്ലെന്ന വാശിയിലായിരുന്നു ഞാനും. ഗോപിയേട്ടാ, നിങ്ങൾക്ക് ആ മീനിന്റെ നാറ്റം തന്നെയാ നല്ലത്. ഞാൻ എന്താടാ? അല്ല എടാ നീ എവിടെ? ഞാൻ ദേ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങാം. കുറുപ്പേട്ടനുണ്ടോ അവിടെ? ഉണ്ട്. രാവിലെ തന്നെ അടി തുടങ്ങി. എടാ അധികം ഒന്നും സംസാരിക്കാനല്ല, നീ എങ്ങനെയെങ്കിലും കുറുപ്പേട്ടനെ ഇവിടെ എത്തിക്കണം. മൂപ്പര് കൈ പിടിച്ച് പെണ്ണെ തന്നാലേ ശരിയാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഹോട്ടലിന്റെ കാര്യം അത് തുടങ്ങി തന്നിരിക്കും. എടാ അത് ഹലോ, ഇങ്ങനെ മാറ്റി പറഞ്ഞ ചേട്ടൻ ഇങ്ങനെ നോക്കല്ലേ? തോന്നുന്നുണ്ട്. എന്ത്? ഒരു ഐഡിയ. അതെ, ഈ കല്യാണം നടക്കത്തില്ല. അതെന്തേ? കുറുപ്പേട്ടൻ ചെല്ലാതെ അവൾ ഈ കല്യാണത്തിന് ഇറങ്ങത്തില്ല. ഗിരീഷ് പെന്നെ വിളിച്ചൊരു ഒറ്റ കരച്ചില്. ഞാനും കരഞ്ഞുപോയി. ഇതിനേക്കാൾ മൂത്തത് ഇവിടെ ഇല്ല. ഒരയ്ക്ക് തീ പിടിച്ചപ്പോൾ ഇത് വീണ വായിച്ചൊന്ന് കേട്ടിട്ടുണ്ട്. സ്വന്തം മകളുടെ കല്യാണം മുടങ്ങുമെന്ന് കേട്ടിട്ടും ഒരച്ഛൻ ഷാപ്പിലിരുന്ന് ഇങ്ങനെ കുടിക്കുന്നത് കാണുന്ന കേൾക്കുന്ന ആദ്യമായിട്ടാ. ആദ്യം തെറ്റിയത് നിങ്ങളാ. കുറിപ്പേട്ടൻ വീണ്ടും കുടിച്ചോണ്ടല്ലേ അവൾ അവനെ കെട്ടാൻ തീരുമാനിച്ചു. അത് ശരിയാ. എന്താ? അത് ശരിയാ.
കല്യാണത്തിന് അനുവിനെ കൈപിടിച്ചു കൊടുക്കാൻ അവക്ക് ഈ നാട്ടിൽ ഒരു അച്ഛനേ ഉള്ളൂ. അതുകൊണ്ട് കുറുപ്പേട്ടൻ വരണം, കല്യാണം നടക്കണം. ഒരു മംഗളകർമ്മല്ലേ, മുടങ്ങരുത്. അച്ഛന്റെ കടമയാണ് കന്യാദാനം. എഴുന്നേറ്റ് ചെല്ലു കുറുപ്പേ. മാഷേ, അവളുടെ വാശി അവൾക്ക്, എൻ്റെ വാശി എനിക്ക്. അനുമോളുടെ കല്യാണം എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ഒന്നും നടന്നില്ല. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്നൊന്ന് ആഘോഷിക്കാനുള്ള അവസരം പോലും ഇല്ലാതായി. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. കുറുപ്പേട്ടന്റെ ആഗ്രഹം പോലെ കുറുപ്പേട്ടന്റെ ആഘോഷം നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇന്ന് രാത്രി ഇവിടെ നടത്തും. പോരെ? നടത്തണ്ടേ കുറിപ്പിട്ടു? അതിന് കാശ് എത്ര ചെലവായാലും ഞാൻ മുടക്കും. ഇന്ന് രാത്രി അവന്റെ വീട്ടിലെ റിസപ്ഷനേക്കാൾ ഗംഭീരമാവണം ഇവിടത്തെ പരിപാടി. അത് ഞാൻ ഏറ്റു. പോരെ? പോരാ, ഇനി എന്താ? ഗിരീഷ് കള്ളുകൂടി നിർത്തണം. അതും ഞാൻ ഏറ്റു. എന്റെ വാക്ക. എഴുന്നേറ്റോ. വീണതല്ല, വെറ്റിലെടുക്കട്ടോ. ഒരു മിനിറ്റ്. കുറുപ്പേട്ട, ആ വെറ്റില വെക്കുന്ന ഒന്നും കൂടെ. നീ പൊടി. നല്ല മണമുണ്ടല്ലോ. എന്നെയോ നിന്നെയോ? അങ്ങനെ കല്യാണം നടത്തി ഹോട്ടൽ മുതലാളി ആയല്ലോ അല്ലേ? കടയ്ക്ക് പേരിട്ടു. എന്താണ്? ഗോപിയുടെ എരിവും പുളി. അടിപൊളി. ആദ്യം ടച്ചിങ്സ് റെഡി നേരത്തെ എത്തിയല്ലോ. ഞാൻ പോവാ. ഇതെന്താണ് കുറുപ്പെ, കാശ് കുറെ പൊടിച്ചിട്ടുണ്ടല്ലോ. കാശൊന്നും നോക്കിയില്ല മാഷെ, അവന്റെ വീട്ടിൽ നടത്തുന്നതിനേക്കാളും ഗംഭീരമാവണം. ആയിന്നേ, ഞാനവിടെ പോയിട്ട് വരല്ലേ. ഇതെന്താ ബാൻഡ് സെറ്റൊക്കെ? ഒരു ഓളം ആയിക്കോട്ടെ മാഷെ. ഇത് കള്ള് ഷാപ്പോ അതോ കൺവെൻഷൻ സെന്ററോ? നോക്കി നിൽക്കാതെ രണ്ട് കസേര എടുത്തിട്ട് അവരെ ഇരുത്ത്. ചെല്ലണം. വന്ന സ്ഥിതിക്ക് ഇനി എല്ലാം കഴിഞ്ഞിട്ട് അവരെ വിട്ടാ മതി. കലക്കിയല്ലോടാ. ഞങ്ങളെ കുറുപ്പേട്ടനെ വിളിക്കാൻ വന്നാ. അവിടെ ഫംഗ്ഷൻ നടക്കുവല്ലേ, പുള്ളി വരൂ. ഞാനൊന്ന് സംസാരിക്കട്ടെ. ഇപ്പൊ വേണ്ട, ഈ പരിപാടി ഒന്ന് തുടങ്ങട്ടെ. ഞാൻ സംസാരിക്കാം, നിങ്ങൾ വാ. ദേ കുറിപ്പേട്ട, ആരൊക്കെയാ വന്നേക്കുന്നത് നോക്കി. ഇവർക്ക് ഒരേ നിർബന്ധം, ഇന്ന് ഇവിടെ കൂടണം എന്ന്. അല്ലടാ? അതെ. അപ്പൊ എങ്ങനെയാ തുടങ്ങല്ലേ? തുടങ്ങടാ. ഗിരീഷേ, നീ ഇപ്പൊ എന്റെ മരുമകനാ. അത് ഞാൻ അംഗീകരിച്ചേ പറ്റൂ. അംഗീകരിക്കുന്നു. ഇവളുടെ അമ്മ ഒരു രാത്രിയും ഉറങ്ങാറില്ല. പാതിരാത്രി ഞാൻ ചെല്ലുന്നത് വരെ പാവം ഉറങ്ങാതെ വാതിൽക്കലുണ്ടാവും. അമ്മയുടെ ഗതി മോക്കും വരാതിരിക്കാനാണ് ഞാൻ ഈ കല്യാണത്തിന് എതിർത്തതും വഴക്കുണ്ടാക്കിയതും ഒക്കെ. ആ പേടി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. നീ എനിക്കൊരു വാക്ക് തരണം. നീ കുടിക്കില്ല എന്ന്. കുറുപ്പേട്ടൻ, ഞാൻ തീരുമാനിച്ച, ഞാൻ നിർത്തി. മാഷേ, കുറുപ്പേട്ട, മാഷ് വിളിച്ചിട്ട് എഴുന്നേക്കണില്ല. അതെ. ആ, അനിയേട്ടൻ രാവിലെ 7 മണിക്ക് ബോംബെ എത്തുള്ളൂ. അതെ, ഈ ലിസ്റ്റിൽ കാണുന്ന സകല കാര്യങ്ങളും നാളെ രാവിലെ തന്നെ എത്തിയിരിക്കണം. അപ്പൊ ഈ കർമ്മങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ? കർമ്മം ചെയ്യുന്നത് നീയല്ലേ? അതെ. മത്സ്യം, മാംസം, മദ്യം തുടങ്ങിയ സകല പരിപാടികളും 16 ദിവസത്തേക്ക് ഉപയോഗിക്കാൻ പാടില്ല. അയ്യോ, വ്രതം അനുഷ്ഠിക്കണം. അങ്ങനെയാണോ? അനിയേട്ടൻ ചെയ്യും. ആയിക്കോട്ടെ. പറഞ്ഞടിച്ചോ, മനസ്സൊക്കെ ഒന്ന് തണു കിട്ടിയെന്നു. വേണ്ടേ, ഞാൻ തന്നെ തണുപ്പിച്ചോളാം.
ആ ഗുഡ് മോർണിംഗ് മോളെ. ബാ ഇരിക്കി. എന്താ ചായ ഇട്ട് നോക്കാണോ? രാവിലെ പത്രം വായന കഴിഞ്ഞിട്ട് ചായ ഇടാറുള്ളൂ. മോള് പത്രം വായിക്കാറുണ്ടോ? ഇരിക്കി. വായിക്കാറുണ്ടോ? ഞാൻ അമ്മേ ഓ ഗിരീഷേട്ടന് ചായ. ഗിരീഷേട്ടനാ? നീ അങ്ങനെയാണോ അവനെ വിളിക്കാൻ പോണേ? അതെ. എന്തിന്? അയ്യോ, ഞാനിങ്ങോട്ട് വന്നപ്പോ ഗീതാന്റെ ആകെ തന്ന ഉപദേശം ഭർത്താവിനെ ദൈവത്തെ പോലെ കാണണമെന്നാ. അപ്പൊ പിന്നെ ഗിരീഷേട്ടാന്നല്ലേ വിളിക്കാൻ? ഈ ഭഗവാൻ കൃഷ്ണൻ നമ്മളെ ദൈവമല്ലേ? അതെ. എന്ന് വെച്ച് നീ അമ്പലത്തിൽ ചെന്ന് കൃഷ്ണനെ കാണുമ്പോ എന്നെ കൃഷ്ണേട്ടാന്ന് വിളിക്കാറുണ്ടോ? സ്പീഡ് പേടിയുണ്ടോ? ഞാനേക്ക് 35-ലൊക്കെ പോകും. ഇയാളെന്താ ഇങ്ങനെ നോക്കുന്നത്? പുത്തൻ പെണ്ണും ചെറുക്കനും എങ്ങോട്ടാ? വീട്ടിലേക്കാ. ബർത്ത്ഡേ ഇങ്ങ് എത്തിയല്ലോ മോളെ. ആരുടെ? അനുമോളുടെ. ആണോ? വരുന്ന 5-ാം തീയതി. അനുമോള് ജനിച്ച നാൾ തുടങ്ങി ഇവിടുന്ന കേക്ക് വാങ്ങിക്കിടുന്നേ. അതുകൊണ്ട് ബർത്ത്ഡേ ഡേറ്റ് ഒക്കെ വിജയനെ കാണാപ്പാടോ. വിജയേട്ടന്റെ കേക്ക് സൂപ്പറാണ് കേട്ടോ. ഇത്തവണ ബർത്ത്ഡേ നമ്മൾ പൊളിക്കും. എല്ലാ മാസം കുറിപ്പിട്ട പെൻഷൻ കിട്ടി കഴിയുമ്പേ ഇങ്ങോട്ടൊരു വരവാ. പിന്നെ കുറെ ചോക്ലേറ്റും ഒരു ടിൻ ഗുലാബ് ജാമും. ഗുലാബ് ജാമോ? അതാർക്കാ? അതമ്മയ്ക്ക്. ആണോ? എന്നാ ഞങ്ങൾക്ക് ഒരു ഗുലാബ് ജാമുൻ. അത് അച്ഛൻ വാങ്ങിക്കോളൂ. ഇല്ല, നമ്മുടെ വക പറഞ്ഞു ഇരിക്കട്ടെ. ചേട്ടനെ കർമ്മമൊക്കെ ചെയ്ത് നാളെ കണ്ടു. വാ കുറിപ്പട്ടെ, കയറിയിരിക്കും. വേണ്ട, നിന്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അനുവും ഗിരീഷും എത്തിയോ? ആ എത്തി. ഉടനെ അങ്ങോട്ട് ചെല്ലണം. മാഷ് മരിച്ചോടനെ വന്ന് ഇങ്ങനൊരു കാര്യം പറയാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് 2 ദിവസം വെയിറ്റ് ചെയ്തത്. എന്ത് കാര്യം കുറിപ്പട്ട? മാഷ് മരിച്ചതിൻ്റെ അന്ന് രാവിലെ എൻ്റെ നിന്ന് കുറച്ച് കാശ് വാങ്ങിയായിരുന്നു. ഒരു 18 ലക്ഷം രൂപ. വസ്തു വിറ്റ കാശായിരുന്നു. 18 ലക്ഷം രൂപയോ? എന്തിനു? ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നു. പ്രമാണം തിരിച്ചെടുത്ത് വസ്തു വിറ്റിട്ട് കാശ് തരാമെന്നാ പറഞ്ഞ്. ആണോ? ഞാൻ അച്ഛൻ്റെ അലമാരയിലുണ്ടോ നോക്കട്ടെ. ആ. ഉണ്ടല്ലോ അല്ലേ? അലമാരയിലൊന്നും കണ്ടില്ല. ആകെ എന്തോ ഒരു 3000 രൂപ ഉള്ളൂ. അമ്മയ്ക്കൊന്നും അറിയില്ല, ഞാൻ ചോദിച്ചു. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. വിവരം കിട്ടിയാൽ ഞാൻ വിളിക്കാം. ഇപ്പൊ ഞങ്ങൾ വന്നത് നിങ്ങളെ രണ്ടുപേരെയും വിരുന്നിന് ക്ഷണിക്കാനാ. അടുത്ത ഞായറാഴ്ച അവിടെ. ഞങ്ങൾ വരാം. ആ വാ, കഴിക്കാം. ഇവിടെ ഇരിക്കും. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. നിങ്ങളെ കഴിക്കും. അല്ലയാ, നമുക്ക് ആ തുണിക്കട തുടങ്ങണ്ടേ? ഇപ്പോഴാകുമ്പോൾ അളിയന്റെ കാശുണ്ടല്ലോ. തുടങ്ങാം. അതൊക്കെ വെള്ളം അടിച്ച് എപ്പോഴേ തീർന്നിട്ടുണ്ടാവും. പോരാത്തതിന് ഷാപ്പില് കല്യാണ ആഘോഷം. ചുമ്മാ ആവശ്യമില്ലാത്ത പറയാ. അളിയൻ അതൊക്കെ എപ്പി ഇട്ടാക്കുക അല്ലേ അളിയ? കള്ളുകൂടി തുടങ്ങിയ പിന്നെ നാക്കെടുത്ത കള്ളമേ പറയൂ. നശിപ്പിക്കല് മാത്രം. അച്ഛൻ കഴിക്കുന്നില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം മോളെ. അല്ല, എന്റെ ചിക്കൻ കറി ഒന്ന് ടേസ്റ്റ്. അത് നോക്കാം. വിശപ്പായില്ലെന്ന് തോന്നുന്നല്ലേ? നന്നായിട്ടുണ്ട്. ആ അമ്മ. മോളെ കഴിച്ചായിരുന്നോ? ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചോണ്ടിരിക്കുക. ഓ എന്നാ ശരി, കഴിച്ചിട്ട് വിളിക്ക്. ഓക്കെ അമ്മ. ആ ഫോൺ വെച്ചിട്ടൊന്ന് വരുമോ? എന്റെ റൂം ഒന്ന് ക്ലീൻ ആക്കോ. ഈ മുറി ഇപ്പൊ എന്ത് വൃത്തിയാക്കാനാ? ഇത് ഇതെന്താണ് ഇത്? അവൻ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം കുടിച്ചെടുത്ത കുപ്പിയാണ് ഇതൊക്കെ. എന്നിട്ട് എന്താ എന്നോട് പറയാണ്ടിരുന്നത്? അപ്പൊ അമ്മ കല്യാണം മുടക്കൂലേ? ഒരു പെണ്ണിന്റെ ജീവിതം ഉണ്ടാ. അപ്പൊ എന്റെ ജീവിതവും നിന്റെ ജീവിതത്തിന് എന്താണ് കുഴപ്പം? ഒറ്റ രാത്രി എന്നെ ഇവിടെ കിടത്തി ഉറക്കില്ല. ചേട്ടൻ പിന്നെ ചേട്ടന്റെ റൂമിൽ കിടക്കില്ലല്ലോ. ഒരു ബൈക്കും ഫോണും വാങ്ങിച്ചു തന്നതിന്റെ പേരില് അടിമയാണ് ഞാൻ. അടിമ അനുഭവിച്ചോ? എല്ലാത്തിനും കൂട്ടുന്നിട്ടല്ലേ. ഈ മുറി വൃത്തിയാക്കിയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അവൻ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും. ഇത്രയും കാലം വളർത്തിയതിനുള്ള ഗിഫ്റ്റ്. വാടാ, ഒരെണ്ണം അടിച്ചിട്ട് വാടാ. ഇല്ലടാ, ഞാൻ നിർത്തി. ഇനി അടിക്കുന്നില്ല. 8 മണിക്ക് വീട്ടിൽ കയറാന്ന് പറഞ്ഞിട്ടാ അവിടെ നിന്ന് ഇറങ്ങിയത്. പോണം. എന്നാ ശരി. കല്യാണം കഴിഞ്ഞില്ലേ? 7:50. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ. ചണ്ടേരുണ്ടോ? അടിച്ചോ. അപ്പൊ തന്നെ കിട്ടും.
ചെറുതോറിന് അടിച്ചിട്ട് പോലെ. എടാ ചെറുതോ വലുതോ നീ അടിക്ക. ഞാൻ ഒഴിക്കാം. അല്ല നീ ഒഴിക്കല്ലേ, നീ ഒഴിച്ചാ കൂടിപ്പോ. ഞാൻ ഒഴിച്ചോളാം. അല്ലെങ്കിൽ ഈ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അറിയോ സൗഹൃദത്തിന്റെ വില? അറിയില്ല. ഞാൻ ഇന്ന് വീട്ടിൽ പോകണം. നീ ഒന്ന് ഒഴിച്ചോടാ. എന്നാ ഇവിടെ കൂടാ. ഒരു 4 ഉള്ളിൽ ചെന്നാലേ ഒരു തഴുപ്പൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഹണിമൂൺ തകർക്കും. ഇത്രയും ദിവസം അവിടെ ബന്ധുക്കാരും സ്വന്തക്കാരും എല്ലാം ആയിട്ട് ആകെ ബഹളായിരുന്നു. ഇന്നാ ഒന്ന് ഫ്രീ ആയത്. അപ്പൊ ഇന്ന് പെർഫ്യൂം അടിച്ചേ മണം പോവാ. എന്താ നല്ല മണവും നല്ല പാട്ടൊക്കെ അല്ലേ, അതൊക്കെ വിട്ടുകളാ. ഗിരീഷേട്ടാ ആ എവിടെ നിർത്തി? ഇവിടെ. ഗിരീഷേട്ടാ നീ എന്താ താഴെ കിടക്കുന്നത്? കട്ടിലി വട്ടം കിടന്നാ പിന്നെ വേറെ ആർക്കെങ്കിലും കിടക്കാൻ പറ്റണ്ടേ? ഞാനിപ്പോ താഴെ വന്ന് കിടക്കട്ടെ. ഇന്നലെ ഒരു ചതിപ്പെട്ടു. ഞാനും. ഗുഡ് മോർണിംഗ്. നീ ഇന്നലെ രാത്രി മദ്യപിച്ചു ഇല്ലേ? 2 സ്മോൾ അടിച്ചു. ഇനി മദ്യപിക്കില്ല എന്ന് എനിക്ക് നീയല്ലേ വാക്ക് തന്നത്? ഇനി മദ്യപിക്കില്ല എന്ന് കുറിപ്പിട്ട് അനുവിന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അതെന്തായി? അതെന്റെ കാര്യം. നീ നിന്റെ ഈ ദുശീലം നിർത്തിക്കോണം. എനിക്കിത് ദുശീലമല്ല, ശീലമാണ്. അല്ല എങ്ങനെ കുറിപ്പേട്ട മദ്യപിക്കുന്നത് എന്തിനാ? ചെറിയൊരു ആനന്ദത്തിന്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അതുക്കും വിലയാണ്, പരമാനന്ദം.